ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ അളിയനെ ഈ പ്രതാപവർമ്മയുടെ PA സത്യം പറഞ്ഞ എഡ്യൂക്കേഷൻ രംഗത്ത് മിനിസ്റ്റർ പ്രതാപവർമ്മയുടെ മാസ്റ്റർ ബ്രെയിൻ ഞാനാ. അങ്ങനെയാണെങ്കിൽ സാറി ഫയലില് മിനിസ്റ്ററുടെ സൈൻ ഒന്ന് വാങ്ങിച്ചു തരണം. ഞാൻ രാജുവിനെ മറക്കാൻ ശ്രമിക്കുമായിരുന്നു. എനിക്ക് അതിന് കഴിയില്ലെങ്കിലും രാധമ്മ എന്നോട് ക്ഷമിക്കണം. അമ്മയെ കാണാതെ വളർന്നവളാ ഞാൻ. എന്നോടിങ്ങനെ വെറുപ്പ് കാണിക്കല്ലേ രാധമ്മ. എന്റെ മനസ്സിലേറ്റ മുറിവൊന്നും അങ്ങനെ ഉണങ്ങില്ല. അതിന് മരണം വരെ ഉണ്ടാവും. ഞാൻ കൃഷ്ണനോ ക്രിസ്തു ഒന്നും അല്ല, മനുഷ്യ സ്ത്രീയാ, വെറും സാധാരണക്കാരി. എനിക്കുള്ളിൽ വെറുപ്പ് സൂക്ഷിച്ചിട്ട് മുഖത്ത് ചിരിയായി നടക്കാൻ അറിയില്ല. അത് പറ്റില്ല. ഹൃദയ കരയാതെ കരയാതെ. അമ്മ ചില സങ്കടങ്ങളൊക്കെ പറയുമ്പോ അത് വലിയ കാര്യമാക്കി എടുക്കണ്ട. അമ്മ ഒന്നും ഉള്ളിൽ തട്ടി പറയുന്നതല്ല. രാജു എന്നെ കല്യാണം കഴിച്ചത് വലിയ തെറ്റായി പോയല്ലേ പ്രിയജി? തെറ്റൊന്നും അല്ല ഹൃതികെ. അമ്മയുടെ മനസ്സില് ശ്രീയുടെ ജീവിതമായിരുന്നു. എല്ലാ അമ്മമാർക്കും അവരവരുടെ മക്കളല്ലേ വലുത്. അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞു പോകുന്നതാ, അല്ലാതെ ഹൃതികയോട് വൈരാഗ്യമൊന്നും ഉണ്ടായിട്ട് പറയുന്നതല്ല. പിന്നെ പ്രിയച്ചിക്കോ ആദ്യം ഒരു ദേഷ്യമൊക്കെ തോന്നി. അമ്മ വേദനിക്കുന്നത് കണ്ട എനിക്ക് ദേഷ്യം വരില്ലേ, അത്രേ ഉള്ളൂ. ഹൃതിക കരയാതെ. എന്താണ് ഇവിടെ? ഓ, അനുകമ്പ. ഈ കുടുംബത്തിന്റെ സമാധാനം നശിപ്പിച്ചവളാ ഈ നിൽക്കുന്നേ. അവളോടൊന്ന് യാതൊരു അനുകമ്പയും വേണ്ട. നീ നിന്റെ കാര്യം നോക്കി പോടി. കണ്ടാ പാവാന്ന് തോന്നും, പക്ഷെ മനസ്സിൽ വിഷമാണെന്ന് പിന്നെയല്ലേ അറിഞ്ഞേ. ഇങ്ങനെയുള്ളവരെ കാണി കണ്ട ജന്മം തൊലയും. കൃഷ്ണ, എന്നെ കാത്തു രക്ഷിക്കണേ. ലേശം തരികിടയൊക്കെ അറിയാവുന്നുള്ളോണ്ടാ അവിടത്തോടെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഡെയിലി വെണ്ണ കക്കുന്ന കഥയൊക്കെ ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. പിന്നെ ലവളുമാരുടെ ചേലകളൊക്കെ എടുത്തിട്ട് ആരയാലിന് കൊമ്പത്ത് പോയിരുന്നില്ലേ, എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ട. ഞാനിവിടെ ജീവിക്കാൻ വേണ്ടി ഇത്തിരി കള്ളത്തരങ്ങളൊക്കെ കാണിക്കാൻ പോവാ. ഒന്ന് കണ്ണടച്ചേക്കണേ. മാത്രമല്ല, എന്നെ ഒന്ന് രക്ഷിക്കണം. ഈ മാലകൾക്കൊക്കെ ലേശ കാശ് ചെലവായിട്ടുണ്ട്. അതൊന്നും മറന്നു കളയല്ലേ.
ഭഗവാനെ. ഇവന്മാരെ കാണാനില്ലല്ലോ. ഹലോ തേജഫായി, കൺസ്ട്രക്ഷന്റെ കാര്യങ്ങളൊക്കെ എന്തായി? വർക്ക് നടന്നില്ലെന്നോ? അതൊന്നും പറയാൻ പറ്റില്ല. 10-ാം തീയതിക്ക് മുമ്പ് വർക്ക് കഴിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഈ എഗ്രിമെന്റ് പിന്മാറും. ശരി, ഓക്കെ. കളക്ടർ കോടീശ്വര റാവു അല്ലേ? ഞാൻ ജയചന്ദ്ര വർമ്മയെ സംസാരിക്കുന്നത്. മണിമംഗലത്തെ ജയചന്ദ്ര വർമ്മ. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? യെസ് യെസ് യെസ്, അത് കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. താങ്ക് യു താങ്ക് യു താങ്ക് യു. യെസ്, പറയൂ. ഞങ്ങൾ മിസ്റ്റർ സുശീലൻ പറഞ്ഞിട്ട് വരുവാണ്. ഓഹോ, സുശീൽ എന്നെ വിളിച്ചിരുന്നു. ആ ലാപ്ടോപ്പുകൾ ബിസിനസ് ആക്കുന്ന കാര്യല്ലേ? ആ മോഡൽ ലാപ്ടോപ്പുകള് മാർക്കറ്റിൽ വിറ്റ് കഴിയുന്നില്ലെന്നും അത് മൊത്തം കംപ്ലൈന്റ് ആണെന്നൊക്കെ ഞാൻ നേരത്തെ കേട്ടായിരുന്നു. കംപ്ലൈന്റ് ഒന്നുമില്ല സാറേ, പക്ഷെ ആ മോഡൽ അത്ര സക്സസ് ആയില്ലായിരുന്നു, അത്രേ ഉള്ളൂ. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, അത് മറക്കരുത്. അയ്യോ, അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കില്ലേ സാറേ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല സാറിന്റെ പേര്? ഞാൻ ജയചന്ദ്ര വർമ്മ, മണിമംഗലത്ത് ജയചന്ദ്ര വർമ്മ. സ്റ്റേറ്റ്സിലായിരുന്നു ഞാൻ, അങ്ങ് ചിക്കാഗോയിൽ. കുറച്ചുകാലേ ആയുള്ളൂ നാട്ടിലെത്തിയിട്ട്. യുവർ നെയിം പ്ലീസ്? ഞാൻ ദിലീപ്. ഞാൻ തരൂർ. ആക്ച്വലി ഞാൻ സ്റ്റേറ്റ്സിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള കാരണം മിനിസ്റ്റർ പ്രതാപവർമ്മയ്ക്ക് വേണ്ടി എന്റെ അളിയനെ ഹെൽപ്പ് ചെയ്യാന്. എന്റെ അളിയനെ ഈ പ്രതാപവർമ്മയുടെ PA. സത്യം പറഞ്ഞ എഡ്യൂക്കേഷൻ രംഗത്ത് മിനിസ്റ്റർ പ്രതാപവർമ്മയുടെ മാസ്റ്റർ ബ്രെയിൻ ഞാനാ. അങ്ങനെയാണെങ്കിൽ സാർ ഈ ഫയലില് മിനിസ്റ്ററുടെ സൈൻ ഒന്ന് വാങ്ങിച്ചു തരണം. പിന്നെ MD കൈ കൊടുത്തിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് വർക്കൗട്ട് ആക്കാം. സാറിന് സാറിന്റെ കമ്മീഷൻ തരാം. ഞാൻ ഇത്തരം വളഞ്ഞ വഴികളൊന്നും നോക്കാത്തയാളാ. പിന്നെ സുശീലൻ പറഞ്ഞോണ്ട് ചെയ്യാം. അല്ല, ഈ കമ്മീഷൻ എത്ര പെർസെന്റേജ് തരും? 15% കമ്മീഷൻ തരാം. 15% കമ്മീഷനോ? പോരാ, ഒരു 37% കമ്മീഷൻ തരണം.